ആ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞത് ഫേക്കാണ്, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു നിയമം കുവൈറ്റിലില്ല. അതുപോലെ 2 ആഴ്ച സമയമുണ്ട്. ഈ 2 ആഴ്ചന്റെ ഉള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും, അതുപോലെ തന്നെ 8ന്റെ പണിയും കിട്ടും. എന്താണെന്നല്ലേ? എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്ന്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഫുൾ കവർ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം എവിടെയെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞെങ്കിൽ, ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞെങ്കിൽ, നമ്മൾ തട്ടിയ എതിർ വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം ആ ഇൻഷുറൻസ് കമ്പനി നമുക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. നമ്മളത് ചിലപ്പോൾ അറിയുന്നില്ല. അത് വിധിയായി ലാസ്റ്റ് ഫൈനും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പറഞ്ഞു അത് ഫേക്കാണ്, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു നിയമം കുവൈറ്റിലില്ല. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ, അവർക്ക് 500, 1000, 1500 ഇങ്ങനെയൊക്കെ ഫൈൻ വന്ന ആൾക്കാർ അവരുടെ അനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് കമന്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം തന്നെ എല്ലാവരും സഹേൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് വ്യക്തിഗത വിവരങ്ങൾ, നമ്മുടെ പേരിൽ കേസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും സഹേലിലേക്ക് അത് മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും സഹേലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കുവൈത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും നോ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞെങ്കിൽ വന്ന് നമുക്ക് ഫൈൻ എഴുതി തരാറായിരുന്നു പതിവ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. വന്ന് ഫോട്ടോ എടുത്ത് പോകും, പിന്നെ സഹേലിലേക്കായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നമുക്കിങ്ങനെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹയിലേക്ക് അത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ 2 ആഴ്ച സമയമുണ്ട്. ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ട്രാഫിക് കോടതിയിൽ പോയിട്ട്, അതായത് ഹവലിലുള്ള ട്രാഫിക് കോടതിയിൽ പോയിട്ട് നമുക്കത് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പീൽ കൊടുത്തു കഴിഞ്ഞെങ്കിൽ 90% ഇതൊക്കെ തള്ളിപ്പോകുന്നുണ്ട്. ചിലത് മാത്രമേ അത് കേസാകുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് വിധിയായതിൻ്റെ ശേഷം, ഫൈനൊക്കെ വിധിച്ചതിൻ്റെ ശേഷം നമുക്കതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നീട് നമ്മൾ ചിലപ്പോൾ വക്കീലിനൊക്കെ വെച്ചിട്ട് കോടതിയിൽ വാദിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നല്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് കമ്പനിയുടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കത് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് ഡേറ്റ് തരും. ആ ഡേറ്റിന് പോയി കഴിഞ്ഞെങ്കിൽ അവിടുന്ന് ജഡ്ജി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് ഒരുവിധമൊക്കെ തള്ളിപ്പോകുന്നുണ്ട്. ചിലത് മാത്രമേ അത് കോടതിയിലേക്ക് അത് കേസായിട്ട് മാറുന്നു. പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഹാൻഡിക്യാപ്പ് പാർക്കിംഗ് ഉണ്ട്. അതിൽ പോയി ആരും വാഹനം നിർത്തരുത്. കാരണം അത് ഹെവി ഫൈനാണ്. നമുക്ക് സാധാരണ ഓൺലൈനിലൊന്നും ആ ഫൈൻ കെട്ടാൻ വേണ്ടി പറ്റത്തില്ല. അത് കോടതിയിൽ പോയിട്ട് കെട്ടേണ്ടി വരും. ആ ഫൈന് കെട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ശിക്ഷയും അതിൻ്റെ കൂടെ കിട്ടിയെന്ന് വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിരിക്കുക.